ചാരമാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഓക്കെ, സോ ലെറ്റ് മീ ടെൽ യു, ദിസ് ഇസ് ദ ലാസ്റ്റ് ചാപ്റ്റർ, 15th ചാപ്റ്റർ, വർക്കേഴ്സ് ഓർ ലേബർ പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ്. ക്ലിയർ? സോ വാട്ട് ഈസ് ദാറ്റ്? വാട്ട് ഈസ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കേഴ്സും മാനേജ്മെൻറ്റും പരസ്പരം ഒരു ധാരണയിൽ ദേ ഷെയർ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ വിത്ത് ഈച്ച് അതർ ആൻഡ് ദേ ബോത്ത് പാർട്ടിസിപ്പേറ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ക്ലിയർ? അപ്പോൾ രണ്ടുപേരും ഡിസിഷൻ മേക്കിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അതായത് വർക്കേഴ്സിന് കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് മാനേജ്മെൻറ്റിന് കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ടാവും. ക്ലിയർ? ഒരു ഇൻഡസ്ട്രിയേറ്റ് ഇസ് എ ഡെമോക്രാറ്റിക്, ക്രിയേറ്റിംഗ് എ ഡെമോക്രാറ്റിക് എൻവയൺമെൻറ്റ്. ക്ലിയർ? അതായത് വർക്കേഴ്സ് കേപ്പബിൾ ആണ് ഡിസിഷൻ എടുക്കാൻ എന്നുള്ളൊരു അവസ്ഥ എത്തുന്നതിനെയാണ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? സോ ലെറ്റ് മീ ടെൽ യു, ഡോക്ടർ M. Matras, the concept of workers' participation is a principle of democratic administration of industry, or democratic administration, sharing the decision making power by the ranks of an industrial organization through their proper representatives at all appropriate levels. അതായത് ഒരു ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷനിൽ അവരവരുടെ റാങ്കിനനുസരിച്ചിട്ട് അവരവരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് വഴി അവർക്ക് ഡിസിഷൻ എടുക്കാനുള്ള ഒരു ഇതുണ്ടാവണേനെയാണ് ഒരു പ്രോപ്പർ സേ. ക്ലിയർ? ഇപ്പം നിങ്ങൾ ഒരു യൂണിയൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻസ് പോലെ at appropriate levels of management in the entire range of managerial action. അതായത് ഏത് വിഭാഗത്തിൽ വരുന്ന ആളാണെങ്കിലും അവർക്കൊരു പ്രോപ്പറായിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഡിസിഷൻ എടുക്കാനുള്ള ഒരു റാങ്ക് ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷനിൽ കൊടുക്കണേനെയാണ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? ആൻഡ് ലെറ്റ് us see what the features of workers participation. ക്ലിയർ? ഫീച്ചേഴ്സ് ആണ്. പാർട്ടിസിപ്പേഷൻ മീൻസ് മെൻ്റൽ ആൻഡ് ഇമോഷണൽ ഇൻവോൾവ്മെൻറ്റ്. ഫിസിക്കൽ പ്രസൻസ് മാത്രമല്ല പാർട്ടിസിപ്പേഷൻ കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. അത് പ്രത്യേകം മനസ്സിലാക്കണം ആ പോയിന്റ്. കാരണം നമ്മൾ ഇൻവോൾവ് ആയാൽ മാത്രമേ നമുക്ക് നല്ലൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. സോ ഫിസിക്കലി നമ്മൾ പ്രസൻറ്റ് ആണ് എന്നുള്ളതുകൊണ്ട് നമ്മളവിടെ ഒരു ഡിസിഷൻ ഒന്നും എടുക്കുന്നുണ്ടാവില്ല. സോ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുമ്പോൾ മെൻ്റൽ ആൻഡ് ഇമോഷണൽ ഇൻവോൾവ്മെൻ്റ് ആണ്. കളക്റ്റീവ്ലി ആസ് എ ഗ്രൂപ്പ് റാദർ ദാൻ ഇൻഡിവിജ്വലി. അപ്പോൾ കളക്റ്റീവ് പെർഫോമൻസിനാണ് അവിടെ ഇമ്പോർട്ടൻസ്. ഇറ്റ് മേ ബി ഫോർമൽ ഓർ ഇൻഫോർമൽ, ഏത് രീതിയിലും ആവാം പാർട്ടിസിപ്പേഷൻ. ക്ലിയർ? പാർട്ടിസിപ്പേഷൻ ഇസ് ഡിഫറെൻറ്റ് ഫ്രം കളക്റ്റീവ് ബാർഗെയിനിങ്. കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താ? ടാക്ടിക്സ്. പാർട്ടിസിപ്പേഷൻ അങ്ങനെയല്ല. കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുമ്പോൾ പവർ പ്ലേ അല്ലെങ്കിൽ പ്രഷർ ടാക്ടിക്സ്, നമ്മൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ബാർഗെയിൻ ചെയ്യുക, നെഗോഷിയേറ്റ് ചെയ്യണേനെയൊക്കെയാണ് കളക്റ്റീവ് ബാർഗെയിനിങ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. പാർട്ടിസിപ്പേഷൻ അങ്ങനെയല്ല. പാർട്ടിസിപ്പേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രസ്റ്റ് ഉണ്ടാവുക വഴി ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനും പ്രോബ്ലം സോൾവ് ചെയ്യാനൊക്കെയാണ്. മറ്റത് അങ്ങനെയല്ല. കളക്റ്റീവ് ബാർഗെയിനിങ് പറയുമ്പോൾ വിലപേശലൊക്കെയാണ് കളക്റ്റീവ് ബാർഗെയിനിങ്ങിൽ വരിക. അതായത് നെഗോഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ പല രീതിയിൽ 4 ലെവൽസ് ഓഫ് പാർട്ടിസിപ്പേഷൻ ഉണ്ട്. എല്ലാ രീതിയിലും ഷോപ്പ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴത്തെ ലെവലാണ്. ഫാക്ടറിയുടെ ഉള്ളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിലുള്ള പാർട്ടിസിപ്പേഷൻ ഉണ്ട്. ആൻഡ് ഫൈനലി ഇൻ ദ കോർപ്പറേറ്റ് ലെവൽസ്. ക്ലിയർ? So these are the features of participation. And next is the concept of participation. അപ്പോൾ concept of participation എന്ന് പറയുമ്പോൾ പല different concepts ഉണ്ട്. Participation in decision making is regarded as one of the concept. ഒരു കൺസെപ്റ്റ് നമ്മളോട് പറയുന്നത് പാർട്ടിസിപ്പേഷൻ ഇൻ ഡിസിഷൻ മേക്കിംഗ് ആണ്. അതായത് ഇപ്പോൾ വർക്കേഴ്സിന് ഡിസിഷൻ മേക്കിങ്ങിന് ഒരു പവർ ഉണ്ട്. അപ്പോൾ അതിനുള്ള പാർട്ടിസിപ്പേഷൻ, പിന്നെ വർക്കേഴ്സിന് ഡിസിഷൻ മേക്കിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അത് ഡിസിഷൻ മേക്കിംഗ് കൃത്യമായിട്ട് എടുക്കണമെന്നല്ല അവിടെ അർത്ഥം. ദേ ക്യാൻ ഇൻഫ്ലുവൻസ് എന്നുള്ളതാണ്. അവർക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അടുത്തൊരു കൺസെപ്റ്റ് എന്താ വെച്ചാൽ അതൊരു കൺസെപ്റ്റ് ഓഫ് പാർട്ടിസിപ്പേഷൻ ആണ്. അതായത് നമ്മുടെ അഭിപ്രായം പറയാൻ പറ്റുന്നതാണത്.
ആക്ച്വൽ ഡിസിഷൻ മേക്കിംഗ് അങ്ങനെയല്ല, ആക്ച്വൽ ഇൻവോൾവ്മെൻറ്റ്, അതായത് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ, നോട്ട് മിയർലി ഒരു ഇൻഫ്ലുവൻസ് ചെയ്യണു എന്നുള്ളതല്ല, യു ആർ പാർട്ടിസിപ്പേറ്റിംഗ്. അതായത് നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റി, ജോയിൻറ്റ്. ഇപ്പം ഞാനും പിന്നെ ബികോം സെക്കൻഡ് ഇയേഴ്സും കൂടി ഒരു ഡിസിഷൻ എടുത്തു എന്ന് പറയണേക്കാളും ഞാൻ എടുത്ത ഒരു ഡിസിഷനിൽ നിങ്ങൾ അഭിപ്രായം പറഞ്ഞു എന്ന് പറയണതും വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ ഒരുമിച്ചൊരു ഡിസിഷൻ എടുത്തു എന്ന് പറയണതിനാണ് ആക്ച്വൽ ഡിസിഷൻ മേക്കിംഗ്. അതും ഒരു ടൈപ്പ് ഓഫ് പാർട്ടിസിപ്പേഷനാണ്. ഞാൻ എടുത്ത ഡിസിഷനിൽ നിങ്ങളുടെ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് പറയണത്, ദാറ്റ് ഈസ് ഓൾസോ അനദർ പാർട്ടിസിപ്പേഷൻ ഇൻ ഡിസിഷൻ മേക്കിംഗ്. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് വേറൊരു രീതിയിൽ പാർട്ടിസിപ്പേഷൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കൺട്രോൾ ഓവർ ഡിസിഷൻ മേക്കിംഗ്. കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഒരു ഗ്രൂപ്പ് അടുത്ത ഗ്രൂപ്പിനായിട്ട് ഒരു ഗ്രൂപ്പ് അടുത്ത ഗ്രൂപ്പിനായിട്ട് പിന്നെ ഒരു എനി പ്രോസസ് ത്രൂ വിച്ച് വൺ ഗ്രൂപ്പ് ഡിറ്റർമൈൻസ് വാട്ട് അതർ പേഴ്സൺസ് വിൽ ഡു. അതായത് ഇപ്പോൾ ഒരു ഗ്രൂപ്പാണ് തീരുമാനിക്കുക അടുത്ത ഗ്രൂപ്പ് എന്ത് ചെയ്യണം എന്നുള്ളത്. അതായത് ഇൻവോൾവ്മെന്റ് ഓഫ് മെമ്പേഴ്സ് ഇൻ ദ എക്സസൈസ് ഓഫ് കൺട്രോൾ യൂഷ്വലി ത്രൂ ഡിസിഷൻ മേക്കിംഗ്. ഇപ്പോൾ പിന്നെ സബോർഡിനേറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് സൂപ്പർവൈസേഴ്സും സീനിയേഴ്സുമാണ്. അപ്പോൾ അവർ പിന്നെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യാണ്. സബോർഡിനേറ്റ്സ് ആർ ഇൻവോൾവ് ഇൻ ഡിറ്റർമിനിങ് ദ കോഴ്സസ് ഓഫ് ആക്ഷൻ അറ്റ് ഓൾ ദ സ്റ്റേജ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. അതായത് ഏത് സ്റ്റേജിലും കോഴ്സ് ഓഫ് ആക്ഷൻ എന്താവും എന്നുള്ളത് തീരുമാനിക്കുക സബോർഡിനേറ്റ്സ് ആണ്. അപ്പോൾ കൺട്രോൾ എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് തീരുമാനിക്കുകയാണ് വേറൊരു ആൾക്കാർ അല്ലെങ്കിൽ വേറൊരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് വേറൊരു ഗ്രൂപ്പാണ്. അപ്പോൾ ഒരു കൺട്രോളാണ്. വേറൊരാൾ തീരുമാനിക്കുന്ന കാര്യത്തിൽ എനിക്ക് ഒരു കൺട്രോൾ ഉണ്ട്, ഞാൻ പറഞ്ഞ പോലെയാണ് അത് നടക്കുള്ളൂ. അപ്പോൾ ഇവിടെ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുമ്പോൾ പിന്നെ ഇൻവോൾവ്മെന്റ് ഓഫ് മെമ്പേഴ്സ് ഇൻ ദ എക്സസൈസ് ഓഫ് കൺട്രോൾ യൂഷ്വലി ത്രൂ ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ അവിടെ ആൾക്കാരെ എങ്ങനെ ഇൻവോൾവ് ചെയ്യണത്? അവരുടെ കൺട്രോൾ ഉണ്ട് ആ ഡിസിഷൻ എടുക്കാൻ. ആ ഡിസിഷൻ എടുക്കുന്ന ഭാഗത്ത് ഈ ആൾക്കാരുടെ കൺട്രോളാണുള്ളത്. അതായത് ഇവർ പറയുന്ന പോലെയാണ് അവിടെ കാര്യങ്ങൾ. സോ ദേ ഹാവ് കൺട്രോൾ. അപ്പോൾ പിന്നെ ദിസ് ഇസ് ഹൗ ദേ പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞ ടേമിന് തന്നെ 3 രീതിയിൽ കൺസെപ്റ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഇൻഫ്ലുവൻസ് ചെയ്യും, ഒന്ന് ആക്ച്വൽ ഡിസിഷൻ മേക്കിംഗ്, ഒന്ന് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ മുകളിലുള്ള യഥാർത്ഥത്തിലുള്ള കൺട്രോളാണ്. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് ഇസ് ദ നീഡ് ഫോർ പാർട്ടിസിപ്പേഷൻ. പാർട്ടിസിപ്പേഷൻ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവും, എന്തൊക്കെ രീതിയിലാണ് ഉണ്ടാവുക, അത് കുറേയൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പാർട്ടിസിപ്പേഷൻ വരുമ്പോൾ ജനറലി ഇറ്റ് ലീഡ്സ് ടു ഇറ്റ് ഇൻക്രീസസ് ദ കമ്മിറ്റ്മെൻറ്റ്. ക്ലിയർ? കമ്മിറ്റ്മെൻറ്റ് കൂടും എന്തായാലും. ഗ്രോത്ത് ഓഫ് ദ വർക്കേഴ്സ്, അതായത് അവരുടെ ഒപ്പീനിയൻ പറയുമ്പോൾ അവരുടെ ക്രിയേറ്റിവിറ്റി കൂടും, അവരുടെ എക്സ്പീരിയൻസ് കൂടും. അപ്പോൾ അങ്ങനെ അവർക്ക് ഗ്രോത്ത് ഉണ്ടാവും. സാറ്റിസ്ഫൈ ദ സോഷ്യൽ ആൻഡ് ഈഗോയിസ്റ്റിക് നീഡ്. മാസ്ലോന്റെ നീഡ് ഹൈറാർക്കി തിയറി പ്രകാരം ഫിസിയോളജിക്കൽ നീഡ്സ് ആണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. അപ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സോഷ്യലും ഈഗോയിസ്റ്റിക് നീഡുമാണ് സാറ്റിസ്ഫൈ ചെയ്യുക. അപ്പോൾ വർക്കേഴ്സിന് അവർ ഒരു ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന ഒരു ഇതാണ് സോഷ്യൽ. ദേ ആർ കൺസിഡേർഡ് ആസ് എ സോഷ്യൽ എലമെൻറ്റ്. അപ്പോൾ പാർട്ടിസിപ്പേഷൻ വഴി അവർക്കൊരു പ്രൈഡ് അല്ലെങ്കിൽ സെൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഈ 2 നീഡും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് ഇസ് ദ ആക്സെപ്റ്റൻസ് ഓഫ് ചേഞ്ച്. ഇപ്പോൾ എപ്പോഴൊക്കെ ചേഞ്ച് മാനേജ്മെൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും വർക്കേഴ്സിൻ്റെ അത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആട്ടോ. നിങ്ങൾക്കും ആലോചിച്ചറിയാം, നിങ്ങൾക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യം നിങ്ങളെക്കൊണ്ട് ഞാൻ പറയിപ്പിച്ചാൽ നിങ്ങൾ പിന്നെ ചെയ്യാതിരിക്കില്ല. ഇപ്പോൾ ഒട്ടും താല്പര്യമില്ലാത്തൊരു കാര്യം നിങ്ങളുടെ ഇടയിലുണ്ടായി, പക്ഷെ നിങ്ങൾ തന്നെ എന്നോട് വന്നിട്ട് പറയാം നമുക്കത് ചെയ്യാം മിസ്സേ. അപ്പോൾ എപ്പോഴും ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ, ഒരുമിച്ച് ഡിസിഷൻ എടുക്കുമ്പോൾ ഉള്ളൊരു ഗുണം എന്താ വെച്ചാൽ പലപ്പോഴും വർക്കേഴ്സിൻ്റെ ഇടയിൽ മാനേജ്മെൻറ്റ് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ വർക്കേഴ്സിന് അത് ചെയ്യാൻ നല്ല മടിയായിരിക്കും. നേരെ മറിച്ച് കൂട്ടായിട്ടുള്ളൊരു തീരുമാനം വെച്ചാൽ വർക്കേഴ്സിന് ആ ഒരു കാര്യം ചെയ്യാനും മടിയില്ല, എന്ത് ചേഞ്ചിനും വേണമെങ്കിലും അവർ വില്ലിങ് ആയിരിക്കും. ക്ലിയർ? ആൻഡ് ദിസ് റിസൾട്ട്സ് ഇൻ ബെറ്റർ ഇൻഡസ്ട്രിയൽ റിലേഷൻ. വർക്കേഴ്സും മാനേജ്മെൻറ്റും തമ്മിൽ
വളരെ കോൺഫ്ലിക്റ്റ് കുറവായി കഴിഞ്ഞാൽ അത് ബെറ്റർ ഇൻഡസ്ട്രിയൽ റിലേഷൻസിനെത്തും. ഗ്രേറ്റർ എഫിഷ്യൻസി ആൻഡ് ജോബ് സാറ്റിസ്ഫാക്ഷൻ, ഇതൊക്കെ ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. അതുകൊണ്ടാണ് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോണത്. ബിക്കോസ് ഇറ്റ് ഈസ് ഈസി ടു റീഡ്. ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്, പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് ക്രിയേറ്റ്സ് ആൻ ഓർഗനൈസേഷണൽ ബാലൻസ്. അതുകൊണ്ടാണ് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. വർക്കേഴ്സിന് എന്ത് ഡിഫിക്കൽട്ടീസും പിന്നെ മാനേജ്മെൻറ്റ് ഫേസ് ചെയ്യുന്ന എല്ലാ ഡിഫിക്കൽട്ടീസും അറിയാൻ പറ്റും. കാരണം അവരെല്ലാത്തിലും ഇൻവോൾവ് ആയതുകൊണ്ട്. അതുകൊണ്ട് അവർ തമ്മിൽ എപ്പോഴും ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ആണ്. ആൻഡ് ഫൈനലി യു ഹാവ് സോളിഡാരിറ്റി എമംഗ് വർക്കേഴ്സ്. അപ്പോൾ സോളിഡാരിറ്റി എമംഗ് വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ വർക്കേഴ്സ് കുറച്ചും കൂടിയും ഒരു ഓർഗനൈസ്ഡ് ഫോഴ്സ് ആയിരിക്കും. വർക്കേഴ്സിന് അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സിന് പല പാർട്ടിസിപ്പേഷനിലേക്കും പറഞ്ഞയക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിലെ ലീഡർ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നിട്ട് ഒരു ഡിസിഷൻ എടുക്കണ പോലെ ഇവരുടെ ഇടയിലുള്ള വർക്കേഴ്സിൻ്റെ ഇടയിലുള്ള ആൾക്കാർ തന്നെ പല ഡിഫറെൻറ്റ് ബോഡീസിലും മെമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ അവർക്ക് പിന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് അവരുടെ ബാർഗെയിനിങ് പവർ കൂടും. സോ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഓർഗനൈസിങ് പവർ അല്ലെങ്കിൽ അവർക്ക് കളക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആയി മാറും. കാരണം അവരെന്ത് കാര്യം പറഞ്ഞാലും നോ പറയാൻ പറ്റില്ല. ബിക്കോസ് ദേ ഹാവ് ആൻ ഇൻഫ്ലുവൻസ് ഇൻ ദ ഓർഗനൈസേഷൻ ഇൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് യു ഹാവ് need for participation. After need for participation, it is forms of participation. ഏതൊക്കെ രീതിയിലാണ് പാർട്ടിസിപ്പേഷൻ ഉണ്ടാവുക എന്നുള്ളതാണ് അടുത്ത പാർട്ട്. ക്ലിയർ? ആൻഡ് ഡിസ്കഷൻസ് ആണ് ആദ്യം. അപ്പോൾ ഒരു പാർട്ടിസിപ്പേഷൻ്റെ ഒരു ഫോം എന്ന് പറയുന്നത് ഡിസ്കഷനാണ്. മാനേജർ ഒരു മീറ്റിംഗ് വിളിക്കുക, ആ മീറ്റിങ്ങിൽ ഡിസ്കഷൻ ഉണ്ടാവുക, സജഷൻ ഇൻവൈറ്റ് ചെയ്യുക, വർക്കേഴ്സിന് അവരുടെ പ്രോബ്ലംസിൽ ഒപ്പീനിയൻ പറയാം. ക്ലിയർ? അപ്പോൾ അത് ഡിസ്കഷൻസ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഓൾസോ എ ഫോം ഓഫ് പാർട്ടിസിപ്പേഷൻ. ആൻഡ് നെക്സ്റ്റ് ഇസ് ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ ഇതിൽ ഡിസിഷൻ മേക്കിംഗ്, മറ്റത് ഡിസ്കഷനിൽ അഭിപ്രായങ്ങൾ പറയുള്ളൂ. ഇവിടെ അങ്ങനെയല്ല. ഡിസിഷൻ മേക്കിംഗ് ഡെലിഗേറ്റ് ചെയ്യേണ്ട താഴെയുള്ള ആൾക്കാർക്ക്. അപ്പോൾ വർക്കേഴ്സിനാണെങ്കിലും അവർക്ക് ഒരു ഡിസിഷനിൽ ഇൻവോൾവ്മെൻറ്റ് കൂടുതലാണ്. അതായത് ദേ ക്യാൻ ബി മോർ ഇൻവോൾവ് ഇൻ ദ ഡിസിഷൻ മേക്കിംഗ്. ഇപ്പോൾ വർക്കേഴ്സ് ചിലപ്പോൾ ഡിസിഷൻ എടുക്കാൻ ഒട്ടും കേപ്പബിൾ അല്ലെങ്കിൽ ഈ ഒരു പിന്നെ ഫോം ഓഫ് പാർട്ടിസിപ്പേഷൻ ഫെയിലിയർ ആയിട്ടും മാറാട്ടോ. ഒട്ടും കേപ്പബിൾ ആയിട്ടുള്ള അല്ലാത്ത ആൾക്കാരെ കൊണ്ട് ഡിസിഷൻ എടുപ്പിച്ചാൽ ദാറ്റ് ക്യാൻ ലീഡ് ടു റോങ് ഡിസിഷൻസ്. അപ്പോൾ അതും കൂടി നോക്കണം. ആൻഡ് നെക്സ്റ്റ് ഇസ് ലേബർ മാനേജ്മെൻറ്റ് കോർപ്പറേഷൻ. ലേബർ മാനേജ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ ലേബർ മാനേജ്മെൻറ്റ് കോർപ്പറേഷൻ പറയുമ്പോൾ ലേബറേഴ്സ് ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ്, പല രീതിയിലുള്ള ഇഷ്യൂസ് ഉണ്ടാവും. അവരുടെ വെൽഫെയറുമായി റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവരുടെ വർക്കിംഗ് കണ്ടീഷൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. അപ്പോൾ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദ മാനേജ്മെൻറ്റും വർക്കേഴ്സും ഒരുമിച്ചിരുന്നിട്ട് അവരുടെ ഇഷ്യൂസ് സോൾവ് ചെയ്യുകയും അതിനൊരു പ്രത്യേക സൊല്യൂഷൻസ് കണ്ടെത്തുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു പാർട്ടിസിപ്പേഷൻ വർക്കേഴ്സിൻ്റെ കമ്മിറ്റിയുടെ ഇടയിലും ജോയിൻറ്റ് മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ ഇടയിലൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ വർക്കേഴ്സ് കമ്മിറ്റിക്ക് ഈ ഒരു ഇഷ്യൂ ഹാൻഡിൽ ചെയ്യാനുള്ളത് കൊടുക്കും. അതായത് അവരുടെ വർക്കുമായി റിലേറ്റ് ചെയ്ത കണ്ടീഷൻസ്, സേഫ്റ്റി മെഷേഴ്സ്, വെൽഫെയർ ആക്ടിവിറ്റീസ് എക്സെട്ര. ആൻഡ് ഈ ഒരു മാറ്റർ എന്താ വെച്ചാൽ കൗൺസിൽസ് ഏറ്റെടുക്കും. അപ്പോൾ അവർ കൺസൾട്ട് ചെയ്യും, അഡ്മിനിസ്റ്റർ ചെയ്യും. അപ്പോൾ എന്നിട്ട് ഡിസിഷൻസ് കൗൺസിലാണ് ഡിസിഷൻ എടുക്കുക. അപ്പോൾ അത് പിന്നെ മാനേജ്മെൻറ്റിന് വിട്ടുകൊടുക്കും. അപ്പോൾ ആ കൗൺസിലിൽ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു കൗൺസിലായിരിക്കും ഉണ്ടാവുക. പല ആൾക്കാരും ഉണ്ടാവും ആ കൗൺസിലിൽ. അപ്പോൾ അവരൊക്കെ കൂടി വർക്കേഴ്സിൻ്റെ ഇടയിലുള്ള നോമിനീസും റെപ്രസെൻറ്റേറ്റീവ്സും ഉണ്ടാവും. അവരൊക്കെ കൂടി എടുക്കുന്ന ഡിസിഷൻസിൽ മാനേജ്മെൻറ്റിന് ഫൈനലായിട്ട് ആ ഇഷ്യൂ സോൾവ് ചെയ്യാനായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് ലേബർ മാനേജ്മെൻറ്റ് കോർപ്പറേഷൻ. ആൻഡ് നെക്സ്റ്റ് യു ഹാവ് സജഷൻ സിസ്റ്റം. സജഷൻ സിസ്റ്റത്തിൽ എംപ്ലോയീസിന് എന്ത് സജഷൻസ് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് ഓൾസോ എ ഫോം ഓഫ് പാർട്ടിസിപ്പേഷൻ. വർക്കേഴ്സ് ഓൾസോ സജസ്റ്റ് ന്യൂ മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ. അല്ലെങ്കിൽ പെർട്ടിക്കുലർ വർക്ക് സജഷൻസ് ഒരു കമ്മിറ്റിയുടെ മുന്നാകെ വെക്കുക ചെയ്യാം. അപ്പോൾ വർക്കേഴ്സിൻ്റെ ഇന്നോവേറ്റീവ് സജഷൻസിനൊക്കെ റിവാർഡ്സ് ഉണ്ടാവും. അപ്പോൾ മാനേജ്മെൻറ്റിന് പ്രാക്ടിക്കൽ സജഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, ക്രിയേറ്റീവ് തിങ്കിങ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സജഷൻ സിസ്റ്റം. ആൻഡ് ദിസ് ഇസ് ഓൾസോ എ ഫോം ഓഫ് പാർട്ടിസിപ്പേഷൻ.
ആൻഡ് നെക്സ്റ്റ് ഇസ് നമ്മൾ പറയുന്ന പോലെ എംപ്ലോയീസ് റെപ്രസെൻറ്റേറ്റീവ്സ് ഓൺ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ എംപ്ലോയി റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടാവുക. അതുവഴി നമുക്ക് കിട്ടുന്നത് ഒരുപാട് കാര്യങ്ങളാണ്. കാരണം എംപ്ലോയി റെപ്രസെൻറ്റേറ്റീവ് ബോർഡിൽ കയറുക എന്ന് പറയുമ്പോൾ വർക്കേഴ്സിൻ്റെ എന്ത് രീതിയിലുള്ള ഇഷ്യൂസും റെപ്രസെൻറ്റ് ചെയ്യാനും ഒക്കെ പറ്റും. പക്ഷേ പലപ്പോഴും അത് എൻകറേജിങ് അല്ല. അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഒട്ടും താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ റെയറായിട്ട് മാത്രമേ ഈ ഒരു പോസിബിലിറ്റി ഉണ്ടാവാറുള്ളൂ. ക്ലിയർ? ആൻഡ് വിത്ത് ദിസ് ഐ ക്യാൻ സേ ദാറ്റ് അവർ HRM ഹാസ് കം ടു an end. Clear? And we need an exam for human resource management which will be taken after your second semester examination. അങ്ങനെ ഞാൻ പറയുള്ളൂ. നിങ്ങളുടെ സെക്കൻഡ് സെം എക്സാം കഴിഞ്ഞിട്ട് ഉടൻ തന്നെ ഈ ഒരു ഭാഗത്തു നിന്ന് പരീക്ഷ ഉണ്ടാവും. അപ്പോൾ അത് എഴുതണം. ഓക്കെ, സോ ഐ എം ഫിനിഷിംഗ് മൈ HRM and I will be starting with cost accounting from the next class. So in the meantime even you can work out accountancy also, financial accounting also. So that will be continuing. 3 സബ്ജക്റ്റ് നിങ്ങൾക്ക് പഠിക്കാൻ ഒരുമിച്ച് വരുന്നത്. I know it's very very difficult for you. It's a very difficult time for you people. But for the time being, move with the second semester. Study the second semester very well. Problems നന്നായി ചെയ്ത് നോക്കുക. Repeatedly you do the problems. Make by heart all the share entries. Clear? And after the exam start studying for the third semester and you will get time for your fourth semester. Costing with your teacher എടുത്തു തുടങ്ങിയിട്ടുണ്ട്. I will be taking 4 hours in a week. Clear? So third, fourth and fifth module I will be taking for you. Okay, take care. Till then, bye bye.